പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി ചാടി രക്ഷപ്പെട്ടതാണ്. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് വാഹന പരിശോധനയ്ക്കിടെ ഈ ബാലമുരുകനെ പിടികൂടിയത്. 5 കൊലപാതകങ്ങളടക്കം 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ കേരളത്തിലെ മോഷണ കേസിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കവെയാണ് നവംബർ 3-ന് രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിയ്യൂർ ജയിലിൽ നിന്ന് ബാലമുരുകനെ തമിഴ്നാട് പോലീസിന് കൈമാറിയതായിരുന്നു. തിരിച്ച് വിയ്യൂർ ജയിലിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത്. ഇപ്പോൾ നവംബർ 3-നാണ് ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ശേഷം അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബാലമുരുകൻ എവിടെയെന്നുള്ളൊരു സൂചനയൊന്നും അന്ന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വൈകി എന്നുള്ളതാണ്. ഇപ്പോൾ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. വിയ്യൂർ ജയിലിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ രക്ഷപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കിയതിൽ കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് കൈവിലങ്ങുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പ്രചരിച്ചതാണ്. ബാലമുരുകനെ പിടിക്കാനായി കുറച്ചോട്ടമൊന്നുമല്ല പോലീസ് ഓടിയതെന്നും കൂടി മനസ്സിലാക്കുന്നു. കാരണം നവംബർ 3-ന് രക്ഷപ്പെട്ട ബാലമുരുകൻ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ആളെ കിട്ടുന്നില്ല. അങ്ങനെ പോലീസ് ആകെ കൂടി കുറച്ച് പാടുപെട്ടു ഈ ബാലമുരുകനെ പിടികൂടാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ എത്തിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത് ബാലമുരുകൻ. ഇപ്പോൾ ബാലമുരുകൻ 5 കൊലപാതകങ്ങളടക്കം 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു.